എന്നിട്ട് അതെടുത്ത് അത് കൊണ്ടിട്ടിട്ട് അവരുടനെ റിയാക്ഷൻ വീഡിയോ, സിന്ധു കൃഷ്ണ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, നമ്മൾ പറഞ്ഞതോ പറയാത്തതൊക്കെ കൂടെ കൂട്ടിച്ചേർത്തിട്ടൊരു ടൈറ്റിൽ ഉണ്ടാക്കി, വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു ടൈറ്റിൽ ഉണ്ടാക്കി. എനിക്ക് ഈ ഓവർ അട്രാക്റ്റീവ് ടൈറ്റിലിനോട് തന്നെ എനിക്കൊരു മാതിരി വെറുപ്പ്. അവിടെ ഞാൻ എന്റെ എല്ലാത്തിനും ഇടും ഹോം ബ്ലോഗ്. രാവിലെ അമിതാഭ് ബച്ചൻ എഴിച്ച് വന്നിട്ട് ഐശ്വര്യ റായ് എന്തുകൊണ്ട് പിണങ്ങിപ്പോയി, ജയാ ബച്ചൻ ഇന്നിവിടെ ഈ കറി വെച്ചില്ല, ജയാ ബച്ചൻ ഇന്ന് കിടന്ന് ഉറങ്ങുകയാണെന്നൊന്നും പറഞ്ഞിട്ട് അമിതാഭ് ബച്ചനും വരുന്നില്ല, അഭിഷേക് ബച്ചനും വരുന്നില്ല. അവരെയൊക്കെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യല്ലേ എൻ്റെ പൊന്നും മാഡം. അവരവരുടെ കുടുംബജീവിതം ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ച് എല്ലാരെയും കാണിച്ച് അത് വിറ്റ് കാശാക്കുന്നില്ല എന്ന്. അതായത് അവരുടെ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും തമ്മിൽ വ്യക്തമായ ഒരു അതിർവരമ്പ് അവർ സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ഇതൊന്ന് സങ്കല്പിച്ച് നോക്കണം. സ്വന്തം വീട്ടിലെ വഴക്കുകളും സ്വകാര്യ നിമിഷങ്ങളും ഇന്റർനെറ്റിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളെ കാണിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പോക്കറ്റിലാക്കുകയും എന്നിട്ട് ഇതേ ആളുകളെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ പരാതി പറയുകയും ചെയ്യുകയാണ്. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? അതെ, സിന്ധു കൃഷ്ണ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളുടെയൊക്കെ ലൈഫില് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുന്നു, ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുറച്ചു കാലമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഒരുപാട് ആൾക്കാരിൽ, ധാരാളം ആൾക്കാരിൽ ഗ്രൂപ്പായിട്ട് ഒത്തിരി ഈ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന അതിനോടുള്ളൊരു വാസന കൂടുന്നുണ്ട്. ലൈക്ക് ലോട്ട് ഓഫ് പീപ്പിൾ, ലൈക്ക് എപ്പോഴും നമ്മൾ മറ്റുള്ള ഒരാളുടെ ഒരു നല്ലതിനേക്കാൾ മറ്റൊരാളുടെ ഒരു മോശപ്പെട്ട കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു നെഗറ്റീവ് സംഭവത്തിൽ ആരെങ്കിലും ചെറുതാക്കുന്നതിൽ, കുറ്റപ്പെടുത്തുന്നതിൽ, അതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷത്തിൽ ധാരാളം ആൾക്കാർക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്ന പോലത്തെ ഒരു ഫീൽ നമുക്കിപ്പോ തോന്നും. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ കൈൻഡ് ഓഫ് വാട്ട് ടു സേ സോഷ്യൽ മീഡിയയിൽ വരുന്ന ലോട്ട് ഓഫ് കമന്റ്സ്, അല്ലെങ്കിൽ ഈ നമ്മുടെയൊക്കെ വീഡിയോസ്. ചില ഞാൻ ആലോചിക്കും, ഈ എന്റെയൊക്കെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എന്റെ ക്യാമറ എടുക്കുന്നു, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു, നമ്മുടെ വീട്ടിലെ പലതും കാണിക്കുന്നു, നമ്മുടെ വീട്ടിലെ ആൾക്കാരെ കാണിക്കുന്നു, നമ്മുടെ വീട്ടിലെ ചെടികൾ കാണിക്കുന്നു, മരം കാണിക്കുന്നു, നമ്മുടെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ കാണിക്കുന്നു, ഭക്ഷണം കാണിക്കുന്നു, കഴിക്കുന്നത് കാണിക്കുന്നു, അങ്ങനത്തെ എന്തെങ്കിലും കാണിക്കുന്നു. കാഷ്വലി കുറച്ച് ലൈറ്റ് മൊമെന്റ്സ്, ഹാപ്പി മൊമെന്റ്സ്, ബർത്ത്ഡേസ്, അതുപോലെ നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ചെറിയ ചെറിയ ഫംഗ്ഷൻസ്, അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നു. പിന്നെ എന്തെങ്കിലും നമുക്കറിയാവുന്ന, ഞാൻ എന്റെ ഓവർ ദ പാസ്റ്റ് 5-6 years എന്റെ വീഡിയോസിലൂടെ എനിക്കറിയാവുന്ന ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഉപകാരപ്പെടുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഞാനിങ്ങനെ എന്റെ പല വീഡിയോസിലൂടെയും എനിക്കറിയാവുന്ന ചെറിയ ചെറിയ നോളജ് ഞാൻ എന്റെ വീഡിയോസിലൂടെ പകരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്റെ വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ, ലൈക്ക് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ. അങ്ങനെ ഐ ഹവ് ഷെയർഡ്. എന്റെ കുറെ മെമ്മറീസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഷെയർ ചെയ്തിട്ടുണ്ട്, പിന്നെ പലതും അതുപോലെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പണ്ടൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ എന്റെ വീഡിയോസിന് എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ കാണുന്നത് എന്റെ ലൈഫിന്റെ ഒരു ഡോക്യുമെന്റേഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡോക്യുമെന്റ് ചെയ്യുന്നു, എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു, അതിൽ മിക്കതും ഞാൻ പബ്ലിക് ആക്കുന്നു. സോ ഐ പബ്ലിക് ക്യാൻ വാച്ച് ഇറ്റ്. നമ്മളിത് സംസാരിക്കാൻ പോകുന്നത് കൃഷ്ണകുമാർ ഫാമിലിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പുതിയൊരു വിവാദത്തെ കുറിച്ചാണ്. പ്രത്യേകിച്ച് സിന്ധു കൃഷ്ണ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനകളെ കുറിച്ച്. അപ്പോൾ സുഹൃത്തുക്കളെ, കാര്യം എന്താന്ന് വെച്ചാൽ പ്രശസ്തി വേണം, പണം വേണം, ബ്രാൻഡ് ഡീലുകൾ വേണം. എന്നാൽ പബ്ലിക്കായിട്ട് ഇട്ട വീഡിയോ ആരെങ്കിലും എടുത്ത് ഒന്ന് വിമർശിച്ചാൽ അവർ ജോലിയില്ലാത്ത മോശക്കാർ. നമ്മുടെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ധാരാളം ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് കാണാം, എൻജോയ് ചെയ്യാം, ഹെൽത്തി ആയിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ പറയാം. അതൊരു സൈഡ് നടക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പറയുന്ന വെച്ചാൽ ഒരുപാട് എന്റെ വീഡിയോസിന്റെ ഒക്കെ താഴെ ആൾക്കാർ എന്താണ് പൈസയ്ക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഇതും. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ലോകത്തെ പൈസയെ വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും? നമ്മളെല്ലാവരും ജീവിതത്തിൽ എല്ലാവരും, ഞാനും എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും, നമ്മളെല്ലാവരും ഈ ലോകത്ത് ജീവിക്കുന്നത് എന്തിനാണ്? നമ്മൾ ജീവിക്കുകയാണ്. വെറുതെ അങ്ങോട്ട് ജീവിക്കാൻ പറ്റത്തില്ല. പണ്ടത്തെ പോലെ ബാർട്ടർ സിസ്റ്റം മാത്രമുള്ള കാലമൊന്നുമല്ല. ഇപ്പൊ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കാശ് തന്നെ വേണം. ഇങ്ങനെ ലൈറ്റ് കത്തി കിടക്കുന്നു, കറണ്ട്, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം, വീട് ലോൺ അടയ്ക്കണം, എല്ലാം ചെയ്യണം. ആൾക്കാർക്ക് പൈസ തന്നെ വേണം. പക്ഷെ എല്ലാവരും കുട്ടികളെ സ്കൂളിൽ വിടുന്ന അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടാനും, നല്ല ബുദ്ധി ഉണ്ടാവാനും, നല്ല മനുഷ്യരാവാനും, നല്ല സിറ്റിസൺസ് ആവാനും, അതിന്റെ ഒപ്പം പഠിച്ച് നല്ലൊരു ജോലി കിട്ടാനും. ജോലി എന്തിനാണ്? അത്യാവശ്യം നല്ല സാലറി ഉണ്ടാക്കാൻ. സാലറി എന്താണ്? അവരുടെ ലൈഫ് സേഫ് ആകാൻ. സോ പൈസ എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാ മനുഷ്യന്റെയും ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ആൻഡ് നമ്മൾ ആരെയും ദ്രോഹിക്കാതെ മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ പൈസ ആരായാലും വെന്റെ ഏർണിംഗ് ലൈക്ക് ഹൗ ഡസ് ഇറ്റ് മാറ്റർ ടു അതേഴ്സ് ആയിരുന്നു. അപ്പൊ എന്റെ വീഡിയോസിന്റെ താഴെ ആൾക്കാർ ചോദിക്കും, ഓ പൈസയ്ക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. ആണെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടോ? ഞാൻ എന്റെ ചാനൽ, എന്റെ ഫോണ്, എന്റെ മുഖം, എന്റെ ഞാൻ എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ ഇങ്ങനെ പറയും. ആൾക്കാർ കാണുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, വീണ്ടും ഞാൻ വീഡിയോസ് ചെയ്യുന്നു, എന്റെ ലൈഫ് ഞാൻ ഡോക്യുമെന്റ് ചെയ്യുന്നു, എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുന്നു, ഞാൻ ഇടുന്നു, പബ്ലിക് ആക്കുന്നു, കാണേണ്ടവർ കാണുന്നു. അത് നന്നായിട്ട് അതിൽ നിന്ന് എനിക്ക് യൂട്യൂബിൽ നിന്ന് മോണിറ്റൈസേഷൻ ഉള്ളതുകൊണ്ട് പൈസയും കിട്ടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ സെലക്റ്റീവായിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ വന്ന് ഈ എഴുതുന്ന എനിക്ക് ഈ ആൾക്കാരെയൊക്കെ ഒന്ന് പേഴ്സണലി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇങ്ങനെ എനിക്ക് ചോദിക്കാനുള്ളത്, സ്വന്തം വീട്ടിലെ CCTV ദൃശ്യങ്ങൾ വരെ പബ്ലിക് ആക്കിയിട്ട് ആളുകൾ തങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിൽ ഞെട്ടൽ പ്രകടിപ്പിക്കുകയാണ് സിന്ധു കൃഷ്ണ ഇവിടെ. ഇതിൽ എന്ത് ലോജിക്കാണ് സിന്ധു കൃഷ്ണ ഇവിടെ ഉള്ളത്? നമുക്കെന്തായാലും ഈ ഒരു വിഷയത്തിലെ ഇരട്ടത്താപ്പുകൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് തങ്ങളെ വിമർശിക്കുന്ന റിയാക്ഷൻ ചാനലുകാർക്ക് വേറെ പണിയൊന്നുമില്ലെന്നും തങ്ങളുടെ വീഡിയോകൾ കട്ട് ചെയ്ത് പോസ്റ്റ്മോർട്ടം നടത്തി അവർ കാശുണ്ടാക്കുകയുമാണെന്നാണ് സിന്ധു കൃഷ്ണയുടെ വാദം. ഞങ്ങൾ ഗ്യാസ് സ്റ്റൗ വെച്ച് സ്വന്തമായി കുക്ക് ചെയ്ത് സ്വന്തം കണ്ടന്റിട്ട് കാശുണ്ടാക്കുന്നു എന്നാണ് അവരുടെ ന്യായം. സിന്ധു സ്വന്തമായി കണ്ടന്റ് ഉണ്ടാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ തങ്ങളുടെ വീഡിയോകൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുമ്പോൾ അത് വിമർശിക്കാനുള്ള അവകാശം അത് കാണുന്നവർക്കും ഉണ്ട്. സിന്ധു കൃഷ്ണ, ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇതിനോട് മാത്രം ആൾക്കാർക്ക് എന്താ ഇങ്ങനെ ഒരു വികാരം? യൂട്യൂബ് ഒരു വീഡിയോ ഇട്ട് പൈസ. ഈ നമ്മളെ ഓരോ വീഡിയോയുടെ താഴെയും കമന്റ് ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും അവർക്ക് അറിഞ്ഞോ അറിയാതെയോ അവർക്ക് എല്ലാവർക്കും ഉണ്ട് ഓരോ യൂട്യൂബ് ചാനൽ. അപ്പൊ ഈ എല്ലാവർക്കും വേണമെങ്കിൽ അവരുടെ ഫോണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഐഫോൺ, ഒരു എന്ത് ഫോണാണ് ഇത് പറയുന്നത്, സ്മാർട്ട് ഫോണാണ്, ഒരു തരക്കേടില്ലാത്തൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് വീഡിയോസ് എടുക്കാം, എന്ത് വേണോ എടുക്കാം. നിങ്ങളെ കുറിച്ച് എടുക്കാം, നിങ്ങളുടെ വീടിനെ കുറിച്ച് എടുക്കാം, നിങ്ങളുടെ ചെടികളെ കുറിച്ച് എടുക്കാം, നിങ്ങളുടെ വീട്ടിലെ ഭക്ഷണത്തെ കുറിച്ച് എടുക്കാം, നിങ്ങളുടെ വീട്ടിലെ മറ്റാൾക്കാരെ കുറിച്ച് എടുക്കാം. നിങ്ങൾ രാവിലെ എവിടെ പോകുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ കടയിൽ പോകുന്നു, സാധനം മേടിക്കുന്നു, നിങ്ങൾ കുക്ക് ചെയ്യുന്നു, കഴിക്കുന്നു, നിങ്ങൾ യാത്ര ചെയ്യുന്നു, മഴ പെയ്യുന്നു, ഇടി വെട്ടുന്നു, അപ്പുറത്തെ വീട്ടിൽ അത് ഇത് ചെടി മരം, അങ്ങനെ എന്ത് വേണോ എടുക്കാം. എടുക്കാം, അത് വീഡിയോ ഇടൂ, അത് നാട്ടുകാർ കാണട്ടെ. കണ്ടിട്ട് അതിന് ഒരുപാട് വ്യൂ കിട്ടുകയും നിങ്ങൾക്കിപ്പം യൂട്യൂബിന്റെ ക്രൈറ്റീരിയ അനുസരിച്ചുള്ള വാച്ച് ആസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാം, നിങ്ങൾക്കും പൈസ ഉണ്ടാക്കാം. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ മടിയാണ്, അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമില്ല എന്നതുകൊണ്ട് ആ ചെയ്യുന്ന ആൾക്കാരെ എന്ത് ബേസിസിലാണ് നിങ്ങൾ കൈ ചൂണ്ടി കുറ്റപ്പെടുത്തുന്നത്? ലൈക്ക് ഓ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നു. ഇപ്പൊ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഇവിടെ അടുത്ത് നമുക്ക് പരിചയമുള്ള എത്ര ആൾക്കാരുണ്ടാവും? നോവലിസ്റ്റുകള്, കഥ എഴുതുന്ന ആൾക്കാര്, ജേർണൽസ് എഴുതുന്നവര്, ന്യൂസ് എഴുതുന്ന ആൾക്കാര്, സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാര്, ഗാനങ്ങൾ എഴുതുന്ന ആൾക്കാര്. അതുപോലെ എന്നുവെച്ചാൽ അവരാകെ യൂസ് ചെയ്യുന്നത് കുറച്ച് പേപ്പറും പേനയും അവരുടെ മനസ്സും അവരുടെ ഇമാജിനേഷനും മാത്രമാണ്. അവരെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആരെങ്കിലും പറയുമോ? ഞാൻ എല്ലാവരെയല്ല ഉദ്ദേശിക്കണേ, നമ്മുടെയൊക്കെ താഴെ വന്ന് എഴുതുന്ന ആൾക്കാർ നാണോ ഇല്ലല്ലോ. വീട്ടിലൊരു പേനയും കുറച്ച് പേപ്പറുണ്ടെന്നും വെച്ചിട്ട് എന്തൊക്കെയോ എഴുതി കാശുണ്ടാക്കണം. നേരമല്ല പണിക്കും പൊയ്ക്കൂടെ? അങ്ങനെ ആരെങ്കിലും പോയി പറയും? റിയാക്ഷൻ ചാനലുകാർ വെറുതെ ആകാശത്ത് നിന്ന് പൊട്ടി മുളയ്ക്കുന്നതൊന്നുമല്ല. നിങ്ങൾ കൊടുക്കുന്ന കോൺട്രവേഴ്സി കണ്ടന്റുകളാണ് അവർക്ക് വളമാകുന്നത്. അതായത് റിയാക്ഷൻ ചാനലുകാർ സ്വർണ്ണ കരണ്ടിയുമായിട്ട് ജനിച്ചവരാണെന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അതായത് അവരുടെ ആഡംബര ജീവിതം കാണിച്ചിട്ട് സാധാരണ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ അഹങ്കാരികളെന്നാണ് പുള്ളിക്കാരി വിളിക്കുന്നത്. നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീഡിയോസിനോട് താല്പര്യമുള്ള ആൾക്കാരെല്ലാം നമ്മുടെ ഫുൾ വീഡിയോസ് കണ്ടില്ലെങ്കിലും നമ്മളോട് താല്പര്യമില്ലാത്ത ധാരാളം പേര് ഞങ്ങളുടെയൊക്കെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കുത്തും കോമയും ഒന്നും ഇടാതെ ഇങ്ങനെ സൂക്ഷിച്ചിരുന്നു ഇതിൽ നിന്ന് ഏത് പോർഷൻ കട്ട് ചെയ്തെടുക്കാം, ട്രോളാക്കാൻ പറ്റുന്ന എന്തുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് കാണുന്ന ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ ഇത് അങ്ങനെ എത്ര പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പൊ ഞാനീ പറയും. എന്നിട്ട് അതെടുത്ത് അത് കൊണ്ടിട്ടിട്ട് അവരുടനെ റിയാക്ഷൻ വീഡിയോ, സിന്ധു കൃഷ്ണ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, നമ്മൾ പറഞ്ഞതോ പറയാത്തതൊക്കെ കൂടെ കൂട്ടിച്ചേർത്തിട്ടൊരു ടൈറ്റിൽ ഉണ്ടാക്കി, വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു ടൈറ്റിൽ ഉണ്ടാക്കി. എനിക്ക് ഈ ഓവർ അട്രാക്റ്റീവ് ടൈറ്റിലിനോട് തന്നെ എനിക്കൊരു മാതിരി വെറുപ്പം. അതുകൊണ്ട് ഞാൻ എന്റെ എല്ലാത്തിനും ഇടും ഹോം ബ്ലോഗ്. അതിനകത്ത് ഒരു ബോംബ് പൊട്ടലും ചീറ്റലും ഒന്നും കാണത്തില്ല, കുറെ സിമ്പിൾ കാര്യങ്ങളെ കാണും. അപ്പൊ ഞാൻ മിക്കതിനും ഹോം ബ്ലോഗ്, വളരെ റെയറായിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ഇടുന്നത്, അല്ലെങ്കിൽ അതിപ്പോ ട്രാവൽ ചെയ്യും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഹോം ബ്ലോഗ് ഇടും. എനിക്കത് നിങ്ങൾ അറിഞ്ഞു സുഹൃത്തുക്കളെ, ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചത്, ഞാൻ ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇട്ടിട്ട് ആൾക്കാരൊക്കെ അൺവാണ്ടഡ്ലി ഒരിത് ഉണ്ടാക്കിയിട്ട് അവർ വന്ന് കണ്ടിട്ട് വീട് കണ്ടിട്ട് അയ്യോ ഇതിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ എന്തൊരു ഫീലിംഗ് അവസരം. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും ഇടാനൊരു താല്പര്യമൊന്നുമില്ല. അപ്പൊ അതാ ഞാൻ പറഞ്ഞു തരുന്നത്. ഇതുപോലെ
ഞങ്ങളുടെ വീഡിയോസിന്റെ ഒക്കെ നമ്മളൊക്കെ നമ്മളെ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് വി ആർ മേക്കിംഗ് മണി. ബട്ട് നമ്മുടെ ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതിനെ മുറിച്ച് വിറ്റ് ഇതിനെ കട്ട് ചെയ്ത് മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിലൂടെ ധാരാളം പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും കൈവരിക്കുകയും അത് കണ്ടിട്ട് അവർ അതിന്റെ ആ ഒരു ട്രെൻഡിന്റെ കൂടെ പോവുകയും ചെയ്യുന്ന ഒരുപാട് പബ്ലിക് ആൾക്കാരുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഞാനാണ് എല്ലാം എന്നൊരു ഭാവം. ഇവിടെ ഫാമിലി ബ്ലോഗ് ചെയ്യുന്നവർ അംഗീകരിക്കാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട്. തങ്ങളുടെ സ്വകാര്യത വിറ്റ് കാശാക്കിയ ശേഷം പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വകാര്യത തിരികെ വേണമെന്ന വാശി പിടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ വീഡിയോകൾ എടുത്ത് പബ്ലിക് ആക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുകയാണ്. നിങ്ങളത് മനസ്സിലാക്കണം. എന്നിട്ട് മാത്രം നിങ്ങൾ അതിനെതിരെ ശബ്ദമുയർത്തോ. ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയാമോ? സ്വന്തം അമ്മ വീട്ടിൽ ബഹളമുണ്ടാക്കുന്ന CCTV ദൃശ്യങ്ങളെടുത്ത് ഇവർ തന്നെയാണ് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തത്. സ്വന്തം കുടുംബത്തിലെ സ്വകാര്യത പോലും മാനിക്കാതെ വെറും വ്യൂസിനും കോൺട്രവേഴ്സിക്കും വേണ്ടി ഉപയോഗിച്ച ശേഷം മറ്റുള്ളവർ അത് പോസിറ്റീവായി ചിന്തിക്കണമെന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് മേഡം? ഇത് വെറും ഒരു ഇരട്ടത്താപ്പല്ല, ഇത് ടോക്സിക് ആണ്. അവരെ തന്നെ വലിയൊരു സെലിബ്രിറ്റി ആയിട്ടാണ് കാണുന്നത്. അവരെ തന്നെ കമ്പയർ ചെയ്യുന്നത് അമിതാഭ് ബച്ചനും ഒക്കെ ആയിട്ടാണ്. അതായത് ഞാൻ പറഞ്ഞു തരുന്നത്, രാവിലെ അമിതാഭ് ബച്ചൻ എഴിച്ച് വന്നിട്ട് ഐശ്വര്യ റായ് എന്തുകൊണ്ട് പിണങ്ങിപ്പോയി, ജയാ ബച്ചൻ ഇന്നിവിടെ ഈ കറി വെച്ചില്ല, ജയാ ബച്ചൻ ഇന്ന് കിടന്ന് ഉറങ്ങുകയാണെന്നൊന്നും പറഞ്ഞിട്ട് അമിതാഭ് ബച്ചനും വരുന്നില്ല, അഭിഷേക് ബച്ചനും വരുന്നില്ല. അവരെയൊക്കെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യല്ലേ എൻ്റെ പൊന്നും മാഡം. അവരവരുടെ കുടുംബജീവിതം ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ച് എല്ലാരെയും കാണിച്ച് അത് വിറ്റ് കാശാക്കുന്നില്ല എന്ന്. അതായത് അവരുടെ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും തമ്മിൽ വ്യക്തമായ ഒരു അതിർവരമ്പ് അവർ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ആലോചിച്ച എന്താണ്, ചിലപ്പോൾ നമുക്ക് തോന്നും ആലോചിച്ച ഒരു അന്തവും ആലോചിച്ചില്ലെങ്കിലും ഒരു കുന്തവും ഇല്ല എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. പിന്നെ ആക്ച്വലി ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സ്മോൾ തിങ്. നമ്മളൊരു സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ നാളുകൊണ്ട് പെർഫോം ചെയ്ത് ഇനി കുറച്ചുകൂടെ പെർഫോം ചെയ്യാൻ സമയമുണ്ട്. അതിന്റെ ഇടയിൽ വന്നു പോകുന്ന കുറെ കഥാപാത്രങ്ങൾ, നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കുറെ സംഭവങ്ങൾ, ഈ ഇതുപോലത്തെ ഹേറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ മാത്രമൊന്നുമല്ല. നിങ്ങളൊക്കെ പോയിട്ട് നമ്മൾ ഹിന്ദിയിലേക്ക് പലരുടെയും താഴെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ താഴത്തെ കമന്റ്സ് പോയി നോക്കിയാൽ മതി. ഇതുപോലത്തെ ഹേറ്റ് അവിടെയൊക്കെ ഇങ്ങനെ തുപ്പിത്തെറിപ്പിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. പലരുടെയും താഴെയൊക്കെ പോയിട്ട് പലരും നമ്മൾക്ക് ലൈഫിൽ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന, ഈവൻ ഞാൻ അമിതാഭ് ബച്ചന്റെ ഒക്കെ തന്നെ പോസ്റ്റിന്റെ ഒക്കെ താഴെ ഈ നെഗറ്റീവുകൾ ഒരുപാട് എഴുതുന്നുണ്ട്. എനിക്കറിയില്ല മനുഷ്യരുടെ ഉള്ളില് ഇത്രത്തോളം നെഗറ്റിവിറ്റി എവിടെ നിന്ന് വരുന്നു. ലൈക്ക് വൈ കാൺ പീപ്പിൾ തിങ്ക് നമുക്കും ജീവിക്കണം, മറ്റുള്ളവർക്കും ജീവിക്കണം, എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കണം എന്നെന്താണോ ചിന്തിക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് വലുതാക്കി ഡെക്കറേറ്റ് ചെയ്ത് എന്തൊക്കെയാ അല്ലേ ആൾക്കാർ കാട്ടിക്കൂട്ടുന്നത്. അപ്പൊ ഐ ജസ്റ്റ് ലൈക്ക് ടു സേ, എല്ലാവരും തിങ്ക് പോസിറ്റീവ്. ആർക്കും ഉപകാരമൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവമൊന്നും ചെയ്യാതിരിക്കുക. നമ്മളും ജീവിക്കുക, നമ്മുടെ കൂടെ ഉള്ളവരെയും ജീവിക്കാൻ സമ്മതിക്കുക, നമ്മുടെ ചുറ്റും എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ചിന്തിക്കുക. ലെറ്റ് എവ്രിബഡി ബി ഹാപ്പി. എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ. അപ്പൊ ഈ ലോകം തന്നെ എന്ത് നല്ല സ്ഥലമായിരിക്കും അല്ലേ. ഇറ്റ് ബി വണ്ടർഫുൾ പ്ലേസ്. ഈ വേൾഡ് ആക്ച്വലി ബ്ലെസ്ഡ് ആണ് നമ്മുടെ ഈ ലോകവും. ഇവിടെയൊക്കെ നമുക്ക് മനുഷ്യരായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റുന്നത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. പക്ഷെ അതിൽ എൻജോയ് ചെയ്യാതെ നമ്മൾ ഒരുപാട് പേര് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അപ്പൊ അത്രയൊക്കെ തന്നെ എനിക്ക് ഓർക്കാൻ പറ്റില്ല. നിങ്ങളുടെ പ്രോഡക്റ്റുകൾ വാങ്ങാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ പ്രേക്ഷകരെ ആ ഒരു സമയത്തേക്ക് മാത്രം നിങ്ങൾ കുടുംബാംഗങ്ങളാക്കി മാറ്റുന്നു. എന്നാൽ അവർ നിങ്ങളെ വിമർശിക്കുമ്പോഴോ അത് ഹേറ്റേഴ്സായി നിങ്ങൾക്ക് മാറും. അതായത് കൃഷ്ണകുമാർ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വിമർശകർ ഉള്ളത് കൊണ്ടാണ് തങ്ങൾക്ക് ഈ ഒരു ഉയർച്ച ഉണ്ടായതെന്ന്. അപ്പോൾ പിന്നെ സത്യം എന്താണ്? ഈ വീഡിയോയിലെ ഏറ്റവും വലിയ കോമഡി സിന്ധുവിന്റെ ഉപദേശമാണ്. കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്ന്. ആളുകൾക്ക് അവരോട് അസൂയാണെന്നാണ് പുള്ളിക്കാരിയുടെ വിചാരം. സിന്ധു കൃഷ്ണ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. നിങ്ങൾ യൂട്യൂബിൽ നിന്ന് കാശ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതില് ഇവിടെ ആർക്കും അസൂയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ പണം സമ്പാദിക്കുന്നതിനെ അല്ല ഇവിടെ ആളുകൾ വിമർശിക്കുന്നത്. എല്ലാവരും സ്വന്തം കുട്ടികളുടെ മുഖത്തേക്ക് ക്യാമറ നീട്ടാനോ സ്വന്തം അമ്മയുടെ CCTV ഫുട്ടേജ് ഇന്റർനെറ്റിൽ വിൽക്കാനോ താല്പര്യപ്പെടില്ല. യൂട്യൂബ് തരുന്ന പണത്തേക്കാൾ സ്വന്തം അന്തസ്സിനും സ്വകാര്യതയ്ക്കും വില കൊടുക്കുന്നവരാണ് ഭൂരിഭാഗം മലയാളികളും. വെറും കുറച്ച് വ്യൂസിന് വേണ്ടി എന്ത് ചെയ്യാൻ മടിക്കാത്ത ഈ ഒരു പ്രവണതയോടാണ് നമ്മുടെ ആളുകൾക്ക് വെറുപ്പ്. വ്യൂസിന് വേണ്ടി സ്വന്തം കുടുംബത്തിന്റെ സ്വകാര്യത വിൽക്കുകയും എന്നിട്ട് നിങ്ങളെ വളർത്തിയ പ്രേക്ഷകരെ അത് വിമർശിക്കുന്ന സമയത്ത് എടുത്തിട്ട് പുച്ഛിക്കുകയും ചെയ്യുന്നത് വലിയൊരു ഉപദ്രവം തന്നെയാണ് മേഡം.
നിങ്ങൾക്ക് എന്ത് വീഡിയോ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യേണ്ട അവകാശമുണ്ട്. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് രണ്ട് ഭാഗത്തിനും ഉള്ളതാണ്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സമാധാനവും പോസ്റ്റ്മോർട്ടം ഇല്ലാത്ത ഒരു ജീവിതമാണ് വേണ്ടതെങ്കിൽ അതിനൊരു എളുപ്പ വഴിയുണ്ട്. നിങ്ങളുടെ സ്വകാര്യ പ്രശ്നങ്ങൾ ഇന്റർനെറ്റ് വഴി പബ്ലിക് ആക്കുന്നത് നിങ്ങൾ നിർത്തുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷേ ഡ്രാമ വിറ്റാൽ നല്ല കാശ് കിട്ടുമെന്നതിനാൽ നിങ്ങളത് ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ വിമർശകരും ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം നിങ്ങളുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് ഇപ്പോഴത് നിങ്ങൾ സമൂഹത്തിനായിട്ട് തുറന്നു കാണിച്ച് അതിൽ നിന്ന് വരുമാനം നേടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും പ്രതിഷേധിക്കാൻ പാടില്ല എന്നതാണ് സത്യം. ശരി, നമുക്കെന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം.